മെയ് മാസം ആകുമ്പോൾ ഉണ്ടല്ലോ, ഞങ്ങളുടെ വീട്ടിലെ മാവ് നിറച്ച് മാങ്ങയായിരിക്കും. എൻ്റെ കുട്ടിക്കാലം കംപ്ലീറ്റ് ഈ മാവിനെ ചുറ്റിപ്പറ്റിയുള്ള ഓർമ്മകളാണ് കേട്ടോ. സാറ്റ് കളിച്ചതും അതുപോലെ തന്നെ കൂട്ടുകാരുടെയും കസിൻസിൻ്റെ ഒക്കെ കൂടെ കല്ല് വെച്ച് മാങ്ങ എറിഞ്ഞിടും. എന്നിട്ട് അതിങ്ങനെ വെളിച്ചെണ്ണയും ഉപ്പും ഒക്കെ കൂടി ഇങ്ങനെ എടുത്ത് ഞെവിടി ആ കഴിക്കുന്നതിൻ്റെ സുഖമുണ്ടല്ലോ, അതൊരു വല്ലാത്ത ഫീലിംഗ് ആണേ. ഒരുപാട് നാളായി മാങ്ങ കഴിച്ചിട്ട്. എന്താണെന്ന് ചോദിച്ചാൽ അതിനിപ്പോൾ പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. കാരണം പ്രായം കൂടുന്തോറും നമുക്ക് ചില സാധനങ്ങളോടുള്ള ഒരു ഒരു അഡിക്ഷൻ മാറില്ലേ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വെറുതെ ഇന്ന് സിറ്റ് ഔട്ടിലിരുന്നപ്പം 2-3 മാങ്ങ വീഴുന്ന സൗണ്ട് കേട്ടു കേട്ടോ. അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ ചുമ്മാ എന്നാൽ പിന്നെ അതിൻ്റെ കീഴിലൊക്കെ പോയി നോക്കാമെന്ന് പറഞ്ഞപ്പം കുറേ മാങ്ങ വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പം ചിലതൊന്നും കാടൊക്കെ പിടിച്ച് കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ടൊന്നും പോയി എടുത്തില്ല. അപ്പം ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് കിടന്ന ഒരു മാമ്പഴം എടുത്ത് ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു, ചേച്ചി നമുക്കിത് ഉപ്പും മുളകൊക്കെ ഇട്ട് തിന്നാൻ ഒത്തിരി നാളായി, എനിക്കെന്തോ പെട്ടെന്ന് കൊതി വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ തൊട്ടപ്പുറത്തുള്ളൊരു വാഴയിലേക്ക് പിച്ചാനായിട്ട് നോക്കി കേട്ടോ. അപ്പം വീട്ടിലിങ്ങനെ പൊതിച്ചോറ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് വാഴയില കംപ്ലീറ്റ് ഏകദേശം പോയൊരു അവസ്ഥയിലായിരുന്നു. അപ്പം എന്നാലും ഞാൻ ചാടിപ്പടഞ്ഞ് ഒരെണ്ണമൊക്കെ എടുത്തു. എന്നിട്ട് അത് നല്ലപോലെ കഴുകി കേട്ടോ. അപ്പം അമ്മ ഓൾറെഡി പറയുന്നുണ്ട്, മാങ്ങ കഴിച്ചിട്ട് വയറിന് കേടുണ്ടാക്കി വെക്കരുതെന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം നേരെ ഞാൻ പോയി അമ്മേൻ്റെ അടുത്ത് നിന്നൊരു പിച്ചാത്തിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് തൊലി കളയാൻ നോക്കി. പക്ഷെ ഞാനിത് അട്ടറായിട്ട് ഞാൻ ഫെയിലായിപ്പോയി. കാരണം മാങ്ങ ചെത്തുന്ന കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഒരു ന്യൂബൈയാണ് കേട്ടോ. ഓർമ്മകൾക്ക് എന്നും മധുരാണെന്ന് പറയില്ലേ, അതുപോലാണ് കേട്ടോ മാങ്ങ എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ ആരും കാണാതെ മാങ്ങ എടുത്തിട്ട് ചെത്തി ഉപ്പും മുളകും കൂട്ടി തിന്നും കേട്ടോ. ഒരുപാട് കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കര വയറുവേദന വരും. അപ്പം അതുകൊണ്ട് അമ്മ ഒരുപാട് എടുത്തിട്ട് വഴക്കുറയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം മാങ്ങയെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെയുള്ള ഓർമ്മകളാണ്. അപ്പം ഞങ്ങൾ ഉപ്പും മുളകും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തു. പിന്നെ മാങ്ങ ചെത്താനൊക്കെ അമ്മയുടെ സഹായം വേണ്ടി വന്നു കേട്ടോ. അപ്പം നിധിക്കുട്ടിയും ആകെ ത്രില്ലടിച്ചിരിക്കുകയാണ്. കാരണം പഴുത്ത മാമ്പഴമേ അവൾ ഇങ്ങനെ കഴിച്ചിട്ടുള്ളൂ. പച്ചമാങ്ങ അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത്. കാരണം രണ്ടിനും രണ്ട് ടേസ്റ്റ് അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിത് കൈ വെച്ച് തന്നെ ഞെവിടണം, കൈ എരിഞ്ഞാലും വേണ്ടിയില്ല. കാരണം ആ കൈ വെച്ച് അത് ഞെവിടി കഴിച്ചാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. കാരണം അത് എത്ര നമ്മൾ സ്പൂണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിയാലും അതിൻ്റെ ഒരു ടേസ്റ്റ് വരില്ല. പിന്നെ ഇതിനകത്ത് കുറച്ച് കൊച്ചുള്ളിയൊക്കെ ചേർക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. അപ്പം കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരുപാട് വെളിച്ചെണ്ണയാകുമ്പോൾ എനിക്ക് ആ ടേസ്റ്റ് അങ്ങോട്ട് പിടിക്കില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല പോലെ അങ്ങ് ഇളക്കി. എന്നിട്ട് അതിൽ നിന്നൊരു പീസ് എടുത്ത് വായി വെച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ 5-6 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെ ഞാൻ ആ ഒരൊറ്റ ചവയിൽ കണ്ടു കേട്ടോ. ഒരു വല്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നമ്മൾ കഴിച്ച് തന്നെ അറിയണം. മാങ്ങയൊക്കെ കഴിച്ചു കഴിഞ്ഞ് എന്നാൽ പിന്നെ പുറത്തൊക്കെ ഒന്ന് പോയാലോ എന്ന് ഞാനും ചേച്ചിയും കൂടെ തീരുമാനിച്ചു കേട്ടോ. അപ്പം കുറച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് ഇരുട്ടിയിട്ട് പോകാമെന്നൊക്കെ നോക്കിയിട്ട് നമ്മളൊരു വൈകിട്ട് ഒരു 6-6:30 ആയപ്പോഴത്തേക്ക് നമ്മൾ 3 പേരൂടെ പോയി. എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെളിയിലൊക്കെ പോയി ഒരു ചായയും ഒരു മുട്ട പപ്സും ഒക്കെ കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ. എല്ലാ പെൺകുട്ടികളെയും കുട്ടിക്കാലത്ത് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കുക രാത്രിയിൽ റോഡിൽ പോകരുതെന്നായിരിക്കും. പക്ഷെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് ഏത് സമയത്തും ഒരാവശ്യം വന്നാൽ പോവാൻ നിങ്ങൾ റെഡി ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഒരു 6 മണി 7 മണി ആ സമയത്ത് പുറത്ത് പോയിട്ട് ഒരു ചായയും എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വരുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊരു ഒരു ഒരു ഫ്രീഡം നമുക്കിങ്ങനെ ഫീൽ ചെയ്യാന്ന് പറയില്ലേ. അപ്പം അത് പ്രത്യേകിച്ച് രാത്രിയും കൂടെ ആകുമ്പം നമുക്കൊരു വല്ലാത്തൊരു ഇതാണ് കേട്ടോ. ഭയങ്കര രസമാണ്. എല്ലാവരും നോക്കുകയൊക്കെ ചെയ്യും ഈ സമയത്ത് എന്താണ് ഇങ്ങനെയെന്നൊക്കെ നോക്കും. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവർക്കും ടാറ്റ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം